ഇമേജ് സിന്തസിസ് പ്രോജക്റ്റ് യൂസ് ചെയ്യുന്ന പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് ടെക്സ്റ്റിനെ ഇമേജിലോട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒറ്റൊരു മൊഡ്യൂൾ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എഴുതിയിരിക്കുന്നത്. ടെംപ്ലേറ്റ്സിലാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ് HTMLs എല്ലാം എഴുതുന്നത്. view.py എന്ന് പറയുന്ന പൈത്തൺ ഫയലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്ക് എൻഡ് എഴുതുന്നത്. ഓക്കെ, നമുക്കൊന്ന് പ്രൊജക്ട് റൺ ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന കമാൻഡാണ് പൈത്തൺ manage.py unserver. ഈ URL ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം റൺ ആവുന്ന പേജ് എന്ന് പറയുന്നത് ഗസ്റ്റ് പേജ് ആണ്. ഇതിൽ രണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും. അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രീതിയിലോട്ടാണ് ഓക്കെ ഹോം പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് വരും. ഇവിടെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമേജ് ജനറേറ്റ് ആകും. ഇതാണ് ബാർ ലോഡ് ആവുന്നതാണ്. ഈ മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത് CPU ആണ്. കോൺഫിഗറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലോഡിംഗ് ടൈം ഒരു കൂടുതലായിരിക്കും. നമുക്ക് ഇപ്പോൾ ഇമേജ് ലോഡ് ആയിട്ടുണ്ട്. ഇമേജ് ഷോ ചെയ്യിക്കുന്ന പറയുന്നത് ഇതിൽ ഷോ ഇമേജ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ട് കാണാൻ കഴിയും. സൈൻ ഔട്ട് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഗസ്റ്റ് പേജിലോട്ട് തന്നെ വീണ്ടും പോകുന്നതാണ്. ഇതിൽ പറയാനുള്ളതെന്ന് പറയുന്നത് ഗ്ലൈഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഗ്ലൈഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ടോക്കണൈസേഷൻ അൽഗോരിതമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അൺസാമ്പിളർ മോഡലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ഈ ടോക്കണൈസേഷൻ എഴുതിയിരിക്കുന്നത് പൈത്തൺ ഫയലാണ് ടോക്കണൈസ്ഡ്.py. ടെക്സ്റ്റിനെ ഇമേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഫയലാണ് ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മുടെ മോഡൽ എല്ലാം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കിൽ ഔട്ട്പുട്ടിംഗ് എന്ന് പറയുന്നത് ഇതിലോട്ടാണ് നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിട്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഷോ ചെയ്യിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.